മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. വിദ്യാർത്ഥിനികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടുകയും യാത്രക്കാർ വലയുകയും ചെയ്തു. സംഭവത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച കടമ്പഴിപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാർ അപമര്യാദയായി പെരുമാറുകയും ബസ്സിൽ നിന്ന് പിടിച്ചു തള്ളുകയും ചെയ്തെന്നാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രധാന പരാതി. വിവരമറിഞ്ഞ സംഭവത്തിൽ ഇടപെട്ട വീട്ടുകാരോട് സൗകര്യമുണ്ടെങ്കിൽ ബസ്സിൽ കയറിയാൽ മതിയെന്ന് കണ്ടക്ടർ പറയുകയും ചോദ്യം ചെയ്ത വീട്ടുകാരെ യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. മറ്റ് യാത്രക്കാർക്കിടയിൽ വെച്ച് കുട്ടിയെ മാത്രം ലക്ഷ്യമിട്ട് മോശമായി സംസാരിച്ചെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള അതിക്രമത്തിന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 74 പ്രകാരമാണ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബസ് ജീവനക്കാർ. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് രാവിലെ 8:25 സർവീസ് ആരംഭിക്കുന്ന ബസ്സിൽ വലിയ തോതിലുള്ള വിദ്യാർത്ഥി തിരക്കാണ് അനുഭവപ്പെടാറുള്ളതെന്ന് പുണ്യാളൻ ബസ് ജീവനക്കാർ വ്യക്തമാക്കുന്നു. ഓണം തിരക്കും റോഡിലെ ഗതാഗതക്കുരുക്കും കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിയെത്താൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് സർവീസ് നടത്തുന്നത്. ഡോറിന് സമീപം നിൽക്കുന്ന കുട്ടികളോട് വാതിലടയ്ക്കാനായി ഒരു നിമിഷം ഇറങ്ങി നിൽക്കാൻ മാത്രമാണ് പറഞ്ഞത്. ഓവർലോഡുമായി വണ്ടി മുന്നോട്ടെടുക്കുന്നത് അപകടകരമായതിനാലാണ് അങ്ങനെ നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിനെ മോശം പെരുമാറ്റമായി ചിത്രീകരിക്കുകയായിരുന്നു ബസ് ജീവനക്കാർ പറയുന്നു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി നൽകുന്ന നിർദ്ദേശങ്ങളോട് വിദ്യാർത്ഥികൾ സഹകരിക്കാതെ പരാതിയാക്കുകയാണെന്നും നിത്യേന നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെയാണ് കേസ് മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒന്ന് ഇവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള വണ്ടി, അതായത് പുണ്യാളം ബസ് ചെർപ്പുളശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് 8:25 സ്റ്റാർട്ടിങ്. 8:25 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സീറ്റിംഗ് 33 സീറ്റ് വണ്ടിയിൽ 30 കുട്ടികളും ബാക്കി 3 ടിക്കറ്റ് മാത്രമാണ് ഞങ്ങളായിട്ടാണ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. ഓരോ സ്റ്റോപ്പിലും 10ഉം 15ഉം കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ കയറ്റിയിട്ട് വരുന്നുണ്ട്. MES കോളേജുകളെ 100 കണക്കിന് കുട്ടികൾ ഓരോ വണ്ടിയിൽ നടന്നിട്ട് ആ ടൈമിന് വരുന്ന ഒരുവിധം വണ്ടികളിൽ മൊത്തം അതാണ് അവസ്ഥ. അപ്പൊ ഞങ്ങൾക്ക് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കേസും ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് അക്രമം നേരിടേണ്ട വരുന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു പരിസരത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ശ്രീകൃഷ്ണപുരം ഭാഗം, ശ്രീകൃഷ്ണപുരം ആശുപത്രിപ്പടി മുതൽ ശ്രീകൃഷ്ണപുരം SBT ജംഗ്ഷൻ കഴിയുന്നത് വരെ ബസ്സുകാർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പൊ ഓണത്തിന്റെ തിരക്കാണ്, അതിൻ്റെതായ തിരക്കാണ്. വണ്ടികൾ റോഡ് കൂടെ ഇതാക്കല്, ഹോൺ അടിക്കാൻ പാടില്ല, മഴയാണെങ്കിൽ വെള്ളം തെറിച്ച പരാതി, തന്തക്കും തള്ളക്കും വിളി, അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ പരാതിക്കോ പരിഭവത്തിനോ ഈ നേരം വരെ ഞങ്ങൾ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഇനി നാളെയും തന്നെ ഈ ഒരു കുട്ടികളോട് ഡോറടക്കണം, ഒന്ന് ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അപമര്യാദ ഈ പെരുമാറി പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ഇവിടെ ഞങ്ങൾ ലീവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഈ ഒരു കാര്യം കൂടി ഞങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചു. ഇപ്പൊ പറഞ്ഞ MBD ഇതിനും ഓണേഴ്സും കൂടിയിട്ട് ഒരു യോഗം വെച്ചതിന് ശേഷം തീരുമാനിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൂടി ഞങ്ങൾക്ക് ഇവര് തീരുമാനിച്ചു തരണം. ഇപ്പൊ എന്തായാലും ആക്രമിച്ചതിനെതിരെയും ഇവൻ അങ്ങോട്ടും കേസ് കൊടുത്തിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എന്തോട്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മേലെ ഞങ്ങൾക്ക് എതിരെ എങ്ങനെ ഒരു ഇതുണ്ടാവരുത്. കാരണം ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ട് നീച്ചു തരുന്നവരാണ്. ഞങ്ങൾ ഇത്രയും കുട്ടികളെ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് പോകുന്നുണ്ട്. അതും പിരി ചിന്തിക്കണം. 5 രൂപ തന്നിട്ട് വരുന്ന കുട്ടികളോടൊക്കെ ഉണ്ട്. ഞങ്ങളൊരു കുട്ടികളോടും അപമര്യാദയായിട്ട് പറയുന്നില്ല. ഇതിൽ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ, ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഡോറിന്റെ അവിടെ നിന്ന് കയറി നിൽക്കുന്നു പറഞ്ഞേ പറ്റൂ. കാരണം ഇവര് ഫോണിൽ കളിച്ചിട്ടാ, പകുതി കുട്ടികൾ ഉള്ളിൽ കയറിയിട്ട് ഫോണിൽ കളിച്ചിട്ടാ നിൽക്കുക. അവര് സെൻട്രൽ പോസ്റ്റ് കണ്ട് അവിടെ നിൽക്കും, ഫോണിൽ കളിച്ച് അവരുടെ സേഫ്റ്റി അവർ നോക്കണം. ഇപ്പുറത്തെ ഒരു അമ്മച്ചി വന്നാലും അവർക്ക് അന്ന് കയറി നിൽക്കാനൊന്നും ഇവർക്ക് ഒഴിവില്ല. പിന്നെ ഈ സീറ്റിലിരിക്കുന്ന കുട്ടികൾക്കും തന്നെ ഓരോ കുട്ടികളും ഒരു അമ്മച്ചി വന്നാലോ ഗർഭിണി വന്നാലോ ഞങ്ങൾ പറഞ്ഞാലടക്കം ഞങ്ങളോട് ദേഷ്യപ്പെടും. അങ്ങനത്തെ ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വന്നിട്ട് ഒപ്പിടണ്ടേ, ലീവാക്കണം, ഒരു ദിവസം ശമ്പളം പോലും. ഞങ്ങൾ കുടുംബം നോക്കാൻ പണിക്ക് വരുന്നവരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഇപ്പൊ ഞങ്ങൾക്ക് നേരിടുന്നുണ്ട്. ഇതോ ഡോറടക്കാതെ ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല. നാളെയും തന്നെ ഡോറുമ്പിൽ കുട്ടികൾ വന്ന് ഞങ്ങൾ ഇറങ്ങി നിൽക്കുമെന്ന് പറയും. മറ്റൊന്ന് ഇവിടെ പരാതി വന്നാലും ഇതേപോലെ ഇനിയും ഉണ്ടാവും. ഈ തിരുവാഴിയോട് മുതല് കരിമ്പുഴ വരെ ഓരോ ബസ് സ്റ്റോപ്പിലും SBT ജംഗ്ഷനിൽ 2 പച്ചക്കറിക്കട, ഓറഞ്ച് ഉണ്ടാവും. ചന്തപ്പര വന്നു കഴിഞ്ഞാൽ കടല, അത് ഇത് പറഞ്ഞിട്ട് അതുണ്ടാവും. ഞങ്ങൾക്ക് ആളെ കയറ്റണമെങ്കിൽ നടു റോഡിൽ വണ്ടി നിർത്തണം. നടു റോഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബാക്കത്തെ വണ്ടിക്കാർ വന്നിട്ട് ഞങ്ങളെ തെറി പറയും. സഞ്ജു പറഞ്ഞ കട ഉണ്ട്, ഇപ്പൊ ഓണ തിരക്കാണ് അവിടെ റോഡിൽ വണ്ടി നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയത്ത് ഓടിയെത്തണം. ഞങ്ങൾക്ക് ഇതിൽ ആളെ കയറ്റിയാൽ കളക്ഷൻ 10-ന് ആളെ കയറ്റിയാലല്ലേ ഞങ്ങൾക്ക് അത് കിട്ടും. ഞങ്ങൾ അതിന് പായും. ആ ഓണടിക്കാൻ പാടില്ല, വെള്ളം തെറിപ്പിക്കാൻ പാടില്ല, ഇതൊന്നുമില്ല. അതെങ്ങനെ ഈ റോഡിൽ കൂടെ ഓടുക? ഈ ഓണടിക്കണത് എന്തിനാ? ഒന്ന് മാറി തന്ന് ഞങ്ങളാണ് പോവും. ഞങ്ങൾ വിലനെ ഇടിക്കാനോ കൊല്ലാനല്ല.
അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാനല്ലേ ഈ ഹോൺ അടിക്കുന്നത്. ഇവരായാലും ഇപ്പൊ ബസ് നിർത്തി കഴിഞ്ഞാൽ ഇവര് ബാക്കിൽ വന്ന് ഹോൺ അടിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങൾ ഇവരുടെ ബാക്കിൽ പോയിട്ട് ഒന്ന് ഹോൺ അടിച്ചു. ഇവർക്ക് ചിലപ്പോ ഒരു ഭാര്യയും ഭർത്താവും പോണ്, അവര് വല്ല കടയും തിരഞ്ഞ് നടക്കാവും. അവർ ഈ ബസ്സിന്റെ മുന്നിലിട്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കും. ഞങ്ങൾക്കിപ്പോ തിരയോളം നേരം വേണ്ടേ? ഞങ്ങൾക്ക് ഓരോ സ്റ്റേജിക്ക് ഓരോ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിന് ഞങ്ങൾക്ക് ഓടിക്കും. 10 മിനിറ്റാണ് ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഓടിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഈ കുട്ടികളെ കയറ്റിയിറക്കും വേണം, ഡോർ അടക്കാതിരുന്ന കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളൂ, നാളെ മുതലും തന്നെ ഡോറുമ്പിൽ കുട്ടികൾ നിന്നാൽ ഞങ്ങൾ ഇറക്കി നിർത്തും. ഞങ്ങൾ ഡോർ അടച്ചിട്ട് സേഫ് ആയിട്ട് തന്നെ ഓടും. അതിന് ഇനി പരാതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെതായ രീതിക്ക് ഇനി മുന്നോട്ട് പോകും. സംഭവത്തെ തുടർന്ന് അടിയന്തരമായി സർവീസുകൾ നിർത്തിവെച്ച ജീവനക്കാർ വിഷയത്തിൽ കൃത്യമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പും ബസ് ഉടമകളും തമ്മിൽ ചർച്ച നടത്തി സമയക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ബസ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു.